മുട്ടൽ മരമുറിയുമായി ബന്ധപ്പെട്ട അമ്പലമേട് പോലീസ് എടുത്ത കേസിൽ വിചാരണ നടത്താൻ ചോറ്റാനിക്കര കോടതിക്ക് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി അഗസ്റ്റിൻ സഹോദരന്മാർ നൽകിയ ഹർജിയിൽ ഉത്തരവിന്ന് വരികയാണ്. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കൽ വീഡിയോ കോൺഫറൻസിംഗ് മുഖേനയാക്കണമെന്ന ആന്റണിയുടെയും ജോസ് കുട്ടിയുടെയും അപേക്ഷയിലും ഉത്തരവ് പറയും. ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി തന്നെയാണ് ഉത്തരവിടുക. വിവരങ്ങളുമായി നിഷ ചേരുന്നുണ്ട്. നിഷ, ഈ കോടതിയുടെ പരിസരത്തേക്ക് എത്തുമ്പോൾ തന്നെ തിരിച്ചടി നേരിടുന്ന ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. എന്താണ് ഇന്ന് ഉത്തരവ് വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്? രാഖി, അശ്വതി, ഇന്ന് ഈ പ്രധാനമായും ചോറ്റാനിക്കര കോടതി ഒരു ഉത്തരവ് പറയുന്നുണ്ട്. ഇതിൽ ഈ അമ്പലമേട് പോലീസ് എടുത്ത ഈ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് അമ്പലമേട് പോലീസ് എടുത്ത കേസിൽ വിചാരണ നടത്താനായിട്ട് ചോറ്റാനിക്കര കോടതിക്ക് അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഗസ്റ്റിൻ സഹോദരന്മാർ ഹർജി സമർപ്പിച്ചിരുന്നു. അതിൽ ഉത്തരവ് പറയും. അത് മാത്രമല്ല, ഇവരുടെ ഈ കോടതി കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത് വീഡിയോ കോൺഫറൻസ് വഴി ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അഗസ്റ്റിൻ സഹോദരന്മാരായ ആൻഡോ അഗസ്റ്റിനും ജോസ് കുട്ടി അഗസ്റ്റിനും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലും കോടതി ഇന്ന് ഉത്തരവ് പറയും. കാരണം അതിനുശേഷമായിരിക്കും ഈ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കേണ്ട തീയതിയുടെ പ്രഖ്യാപനം നടത്തുക. നമുക്കറിയാം, ഈ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട വഞ്ചന കേസാണ്. അതായത് ഈ കരിമുകളിലെ വ്യാപാരിക്ക് ഈ മുറിച്ചുകൊണ്ട് വിൽപ്പന നടത്തിയ തടിക്ക് വനംവകുപ്പിൻ്റെ പാസ് ഉള്ളതാണ് എന്ന് പറഞ്ഞാണ് വിൽപ്പന നടത്തിയത്. പക്ഷേ പാസ് ഇല്ലാത്ത കള്ളത്തടിയാണ് ഈ വ്യാപാരിക്ക് നൽകിയത്. ഇതിനെ തുടർന്നാണ് വ്യാപാരി അമ്പലമേട് പോലീസിൽ പരാതി നൽകിയതും പിന്നീട് ചോറ്റാനിക്കര കോടതിയിൽ ആ കേസിൻ്റെ വിചാരണ നടപടികൾ തുടങ്ങിയതുമൊക്കെ. ആ സമയത്തൊന്നും തന്നെ അഗസ്റ്റിൻ സഹോദരന്മാർ ഹാജരായിരുന്നില്ല. പിന്നീട് ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചപ്പോഴാണ് ഇവർ ആദ്യം ആൻഡോയും പിന്നീട് ഈ ജോസ് കുട്ടിയും റോജി അഗസ്റ്റിനും ഹാജരായത്. എന്തായാലും ഇന്നലെ ഇപ്പോൾ ഈ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇന്നലെ കോടതിയിൽ അഗസ്റ്റിൻ സഹോദരന്മാരിൽ ഒരാൾ ഹാജരായിരുന്നു. ഇന്നലെ റോജി അഗസ്റ്റിനായിരുന്നു ഹാജരായത്. ഈ ആൻഡോയും ജോസുകുട്ടിയും ഹാജരാകാതിരുന്നത് കോടതിയെ കളിപ്പിക്കുകയാണോ എന്ന് ഇന്നലെ കോടതി പ്രത്യേകം ചോദിച്ചിരുന്നു. എന്തായാലും ഇവർ നൽകിയ ഹർജി, കേസിൽ ഇത് കള്ളക്കേസാണെന്ന് കാണിച്ചുകൊണ്ട് ഇവർ നൽകിയ ഹർജി ഹൈക്കോടതി ആദ്യം തന്നെ തള്ളിയിരുന്നു. പിന്നീട് ഈ കോടതിയിൽ നേരിട്ട് ഹാജരാവണമെന്നും കോടതി ഇവർക്ക് താക്കീത് നൽകിയിരുന്നു. എന്തായാലും ഈ മുട്ടിൽ നിന്നും അനധികൃതമായി മുറിച്ച് കടത്തിയ തടി കരിമുകളിലെ വ്യാപാരിക്ക് ഫർണിച്ചർ ഷോപ്പ് ഉടമയ്ക്ക് അനധികൃതമായി നൽകിയതാണ്, ഇത് കള്ളത്തടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്യാപാരിയായ അലിയാർ നൽകിയ പരാതിയിലാണ് അമ്പലമേട് പോലീസ് കേസെടുത്തതും. എന്തായാലും ഇന്ന് ഇപ്പോൾ ഹാജരാകണമെന്ന് കോടതി ഇവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് പ്രകാരം ഇന്ന് ഇവർ ഹാജരായേ കഴിയൂ. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പലതവണ കോടതി ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടും ഇവർ ഹാജരായിരുന്നില്ല. എന്തായാലും ഇത് കോടതിയെ കളിപ്പിക്കുകയാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതി വാദത്തിനിടെ ചോദിച്ചിരുന്നു. ഇന്നാണ് ഇപ്പോൾ ഈ ചോറ്റാനിക്കര കോടതിയിൽ അഗസ്റ്റിൻ സഹോദരന്മാർ ഈ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും കോടതി ഹാജരാകാൻ പറഞ്ഞ ദിവസം ഇന്ന് ഹാജരാകണമെന്നാണ് കോടതി ഇവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഖി, അശ്വതി.